ആകെ 27 നക്ഷത്രങ്ങളല്ലേ ഉള്ളത്. ആ 27 നക്ഷത്രങ്ങളിൽ നമ്മുടെ ജാതകത്തിലെ 9 ഗ്രഹങ്ങൾ, പ്രധാനമായി 9 ഗ്രഹങ്ങൾ ഉണ്ടല്ലോ, അവ നിൽക്കുന്നുണ്ട്. അപ്പോൾ അവയ്ക്ക് ഓരോന്നിനും നക്ഷത്രമുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ സാധാരണയായിട്ട് ചന്ദ്ര നക്ഷത്രം മാത്രമേ നോക്കാറുള്ളൂ. 27 നക്ഷത്രങ്ങൾക്കും ദേവന്മാരെ പറഞ്ഞിട്ടുണ്ട്. ഈ ദേവന്മാരെ പൂജിക്കുന്നത് വഴി നമ്മുടെ ജീവിതത്തിൽ ആരോഗ്യം, സാമ്പത്തിക അഭിവൃദ്ധി, തടസ്സങ്ങളെല്ലാം മാറ്റുക, സമാധാനം ഇവ വരും. എന്തെങ്കിലും ദോഷങ്ങൾ ഉണ്ടെങ്കിൽ അവ മാറും, നമുക്ക് മനസമാധാനം കിട്ടുകയും ചെയ്യും. ദേവന്മാരെ പഠിക്കുന്നതിലൂടെ നമുക്ക് ആ നക്ഷത്രത്തിന്റെ ഒരു സ്വഭാവവിശേഷങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ആ ഗ്രഹങ്ങൾക്ക് എന്തെങ്കിലും ദോഷങ്ങളുണ്ടോ അതും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അശ്വതിക്ക് കൊടുത്തിരിക്കുന്നത് ഭരണിക്ക് യമധർമ്മനെയും കാർത്തികയ്ക്ക് അഗ്നിയെയുമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ മേടൻ രാശി നീചത്തിൽ വരുന്ന ഗ്രഹം ശനിയാണല്ലോ. അപ്പോൾ ആ ശനി ഏത് നക്ഷത്രത്തിലാണ് നിൽക്കുന്നത്, ആ നക്ഷത്രദേവനെ പൂജിക്കുന്നത് വഴി ആ ശനി ദോഷങ്ങൾ നമുക്ക് കുറെയൊക്കെ മാറ്റാൻ പറ്റും. അല്ലാതെയുള്ള മാർഗങ്ങളുണ്ട്. എപ്പോഴും നമ്മൾ ഒരു ജ്യോതിഷിയെ കണ്ട് പരിഹാരങ്ങൾ ചെയ്യുന്നതാണ് നല്ലത്. എങ്കിലും ഒരു അറിവിന് വേണ്ടി പറയുകയാണ്. അപ്പോൾ ചന്ദ്രൻ അശ്വതിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ആ അശ്വതി നക്ഷത്രത്തിന്റെ ഗ്രഹമായ കേതുവിനെയും ആ കേതുവിന്റെ അധിപനായ ഗണപതി ഭഗവാനെയും അതുപോലെ അശ്വതി നക്ഷത്രത്തിന്റെ ദേവതകളായ അശ്വിനി കുമാരന്മാരെയും പൂജിക്കുന്നത് വഴി എന്തെങ്കിലുമൊക്കെ ദോഷങ്ങൾ ഉണ്ടെങ്കിൽ അത് മാറിപ്പോകും. അശ്വിനി ദേവന്മാർ ഈ ദേവലോകത്തെ വൈദ്യന്മാരെന്നല്ലേ അറിയപ്പെടുന്നു. അപ്പോൾ അവരെ പൂജിക്കുന്ന വഴി വൈദ്യശാസ്ത്ര രംഗത്തൊക്കെ ഉള്ളവർക്ക് നല്ലതാണ്. അതുപോലെ ഭരണിക്ക് യമധർമ്മനല്ലേ. അപ്പോൾ സത്യസന്ധമായ രീതിയിലൂടെ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ അദ്ദേഹം നമ്മളെ സപ്പോർട്ട് ചെയ്യും. രോഹിണിയുടേത് ബ്രഹ്മാവാണ്, മകേരത്തിൻ്റെത് ചന്ദ്രദേവനാണ്, തിരുവാതിരയുടേത് രുദ്രദേവനാണ്, അല്ലെങ്കിൽ ഭഗവാൻ ശ്രീ പരമേശ്വരനാണ്. ഈ ചന്ദ്രൻ അല്ലാതെ വേറെ ഏതെങ്കിലും ഒക്കെ നക്ഷത്രങ്ങൾ നിൽക്കുകയാണെങ്കിൽ ആ നക്ഷത്രങ്ങളുടെ ബലം കൂട്ടാനും ഈ ഭഗവാന്മാരെ പൂജിക്കുന്നതിലൂടെ കഴിയും. പുണർത്തിൻ്റെത് ആദിതി, പൂയത്തിൻ്റെത് ബൃഹസ്പതി, ആയില്യത്തിൻ്റെത് നാഗൻ, പാകം, പിതൃക്കൾ, പൂരം, ആര്യമാവ്, ഉത്രം, ഭഗൻ, അത്തം, സവിതാവ്, ചിത്തിര, തുഷ്ടാവ് അല്ലെങ്കിൽ വിശ്വകർമ്മ, ചോതി, വായു, വിശാഖം, ഇന്ദ്രാഗ്നികൾ, അനിഴം, മിത്രൻ, തൃക്കേട്ട, ഇന്ദ്രൻ. ഈ കാണിച്ചിരിക്കുന്ന ഭഗവാന്മാരുടെ ചിത്രങ്ങളാണ്. മൂലം, നിര്യതി, പൂരാടം, ജലം, ഉത്രാടം, വിശ്വദേവതകൾ, തിരുവോണം, വിഷ്ണു, അവിട്ടം, വസുക്കൾ, ചതയം, വരുണൻ, പൂരുട്ടാതി, അജ, ഏകപാദൻ, ഉത്രട്ടാതി, അഹിർബുത്നൻ, ദേവതി, പൂഷാവ്. നമ്മുടെ ജാതകത്തിൽ ഒരു ഗ്രഹം ദോഷകരമായ നക്ഷത്രത്തിലാണ് നിൽക്കുന്നതെങ്കിൽ ആ നക്ഷത്രത്തിന്റെ അതിദേവതയെ ഭജിക്കുന്നതാണ് ഏറ്റവും ഫലപ്രദം എന്ന് പറയപ്പെടുന്നു. ഉദാഹരണത്തിന് ഇപ്പോൾ ഒരാളുടെ ജാതകത്തിൽ കേതു ദോഷകരമായിട്ട് നിൽക്കുന്നു. അപ്പോൾ ആ കേതുവിൻ ഏത് നക്ഷത്രത്തിലാണോ നിൽക്കുന്നത് ആ നക്ഷത്രത്തിന്റെ അതിദേവതയെ ഭജിക്കുന്നത് വഴി അവർക്ക് ദോഷങ്ങൾ കുറഞ്ഞു പോകും. ദോഷശാന്തിക്ക് നക്ഷത്ര സൂക്തം എന്ന കാര്യമുണ്ട്, അത് ജപിക്കുന്നതും നല്ലതാണ്. ജ്യോതിഷം പഠിക്കുന്നവർക്കൊക്കെ ഈ ഒരാളുടെ സ്വഭാവം മനസ്സിലാക്കാനും ഈ ദേവതകൾ വഴി നമുക്ക് പറ്റും. അതായത് ആ ദേവതയ്ക്ക് പറഞ്ഞിരിക്കുന്ന ഗുണഗണങ്ങളല്ല ആ നക്ഷത്രത്തിൽ ജനിക്കുന്ന ആൾക്കും കാണുമെന്നാണ് പറയുന്നത്. നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിക്കും അതിനനുകൂലമായ നക്ഷത്രങ്ങളെ തിരഞ്ഞെടുക്കാൻ ഈ ദേവന്മാർ സഹായിക്കും. അതായത് പുതിയ കാര്യങ്ങൾ തുടങ്ങാൻ ബ്രഹ്മാവ് അത് അധികമായിട്ടുള്ള രോഹിണി നക്ഷത്രം തിരഞ്ഞെടുക്കുന്നത് നല്ലതാണ്. നമ്മുടെ ജാതകത്തിൽ ഒരു ഗ്രഹം ചിലപ്പോൾ ശത്രുവിന്റെ നക്ഷത്രത്തിൽ സ്ഥിതി ചെയ്യുക, അതായത് ഇപ്പോൾ കുജ നക്ഷത്രങ്ങൾക്കകത്ത് ശനി നിൽക്കുകയാണെങ്കിൽ അങ്ങനെ. അപ്പോൾ ശനി അല്ലെങ്കിൽ കുജൻ നമുക്ക് എന്താണോ തരേണ്ടത് അതിൽ ചില ദോഷങ്ങൾ സംഭവിക്കാം. അതുപോലെ ഒരു ഗ്രഹം നിൽക്കുന്ന നക്ഷത്രം ബലപ്പെട്ടാൽ ആ ഗ്രഹം നൽകുന്ന ഫലങ്ങളും മെച്ചപ്പെടും. ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി നമുക്ക് ഓരോ നക്ഷത്ര ദേവതകളെ പൂജിക്കാം. ഇപ്പോൾ ജോലി സ്ഥലത്തെ തടസ്സങ്ങളൊക്കെ നീക്കാൻ സൂര്യനോ ചൊവ്വയോ നിൽക്കുന്ന നക്ഷത്രത്തെ പൂജിക്കണം. സാമ്പത്തിക ഉന്നമനത്തിനായി ശുക്രനോ വ്യാഴമോ നിൽക്കുന്ന നക്ഷത്രത്തെ പൂജിക്കുന്നത് നല്ലതാണ്. വിദ്യാഭ്യാസത്തിനൊക്കെ ബുധൻ നിൽക്കുന്ന നക്ഷത്രത്തെ പ്രാർത്ഥിക്കുന്നത് അല്ലെങ്കിൽ നക്ഷത്ര ദേവതയെ പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ ഗ്രഹദേവതകളെ വിട്ടുപോകരുത്. ഗ്രഹദേവതകളെ കുറിച്ച് വീഡിയോ ഇട്ടിട്ടുണ്ട്. അങ്ങനെ ഗ്രഹദേവതകളെയും നക്ഷത്ര ദേവതകളെയും പ്രീതിപ്പെടുത്തുന്നത് വഴി നമുക്ക് ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാവുക തന്നെ ചെയ്യും, ദോഷങ്ങൾ മാറുകയും ചെയ്യും.